ഇന്നത്തെ ദിവസത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പം എല്ലാവർക്കും സുഖമായിരിക്കൂലേ? അൽഹംദുലില്ലാ, എനക്കും മക്കൾക്കും ഇവിടെ സുഖമാണ് കേട്ടോ. അപ്പം ഇന്ന് ഞാൻ വന്നിട്ടുള്ള വീഡിയോ പറഞ്ഞാൽ നമ്മളിവിടെ ഒരു അയൽവാസിൻ്റെ കല്യാണത്തിന് പോയൊരു വീഡിയോ ആണ് കേട്ടോ. അയൽവാസി എന്ന് പറഞ്ഞാൽ ഇപ്പം എൻ്റെ പേരില്ല അയൽവാസിയല്ല, എൻ്റെ ഉമ്മാൻ്റെ പേരിൻ്റെ അടുത്ത് ഇല്ലൊരു ചേച്ചീൻ്റെ മോൻ്റെ കല്യാണമാണ് കേട്ടോ. ഇപ്പം പിന്നെ എല്ലാവരും അവരവരെ കഷ്ടപ്പാടും പ്രാരാബ്ദങ്ങളും ബുദ്ധിമുട്ടൊക്കെ ആയിട്ട് അതിങ്ങനെ പോവുകയല്ലേ. ആദ്യം എന്നൊക്കെ പറഞ്ഞാൽ അയൽവാസികൾ അപ്പുറം ഇപ്പുറം പോക്കും വരുത്തി. ഇപ്പം നമ്മളിവിടെ അങ്ങനെ തന്നെയാണ് കേട്ടോ. ഫസ്റ്റ് നമ്മൾ ഉമ്മാൻ്റെ പേരിൻ്റെ അടുത്ത് നമ്മൾ കല്യാണം കഴിയുന്നതിൻ്റെയൊക്കെ മുമ്പത്തെ അപ്പം അത് ചെറിയ മക്കളേനു കേട്ടോ. അങ്ങനെ പിന്നെ ഞാൻ ഡ്രസ്സൊക്കെ മാറ്റി പിന്നെ പോയി. ഞങ്ങൾ പോകുമ്പോൾ ഒരു കുടുംബശ്രീൻ്റെ ഒരു മീറ്റിംഗ് ഉണ്ടായിന് കേട്ടോ. അത് കഴിഞ്ഞിട്ട് പോകുമ്പോൾ കുറച്ച് ടൈമായിട്ടുണ്ട്. അപ്പോൾ പിന്നെ പെണ്ണും ചക്കനൊക്കെ ചോറ് കഴിക്കാൻ വേണ്ടിയിട്ട് ഇരുന്നീന് കേട്ടോ. അപ്പോൾ ഞാൻ ഓരോട് പറയുകയാണ് യൂട്യൂബിലേക്ക് ഇടാൻ വേണ്ടിയിട്ട് ഞാൻ വീഡിയോ എടുക്കുകയാണെന്ന്. പെണ്ണിൻ്റെ അമ്മയും പിന്നെ ചെക്കൻ്റെ അമ്മയും പെങ്ങളും അമ്മമ്മയും അനിയനും ഓരൊക്കെയാണ് കേട്ടോ ഇരിക്കണത്. അങ്ങനെ പിന്നെ ചോറ് വെയ്യെല്ലാം കഴിഞ്ഞിട്ട് ബൊഫേ സിസ്റ്റമാണ് കേട്ടോ. പിന്നെ അപ്പം നമ്മൾ പോയപ്പോൾ അവിടെ നമ്മൾ ചോറ് വെയ്യൊക്കെ കഴിഞ്ഞിട്ടുണ്ടായി. ഞാനും ഇവിടുത്തെ 2 താത്താരും ഓരെല്ലാം കൂടിയിട്ടാണ് പോയത്. അങ്ങനെ ബൊഫേ സിസ്റ്റമാണ് കേട്ടോ. അങ്ങനെ ചോറൊക്കെ വാങ്ങി ചോറൊക്കെ തിന്ന് വെള്ളമൊക്കെ കുടിച്ച് ഇത് നമ്മളിവിടെ ചർച്ച് ഹാളിൽ വെച്ചിട്ടാണ്, സിദ്ധാപുരം ചർച്ച് ഹാളിൽ ഓഡിറ്റോറിയത്തിൽ വെച്ചിട്ടാണ് കല്യാണം. അങ്ങനെ കൈയൊക്കെ കഴുകി 2 പഴമൊക്കെ തിന്ന് അങ്ങനെ തന്നെ ഹാളിലേക്ക് വന്നു കേട്ടോ. പിന്നെ എല്ലാവരും ഇപ്പോൾ ചോറ് കഴിയൊക്കെ കഴിഞ്ഞ് ചക്കരും പെണ്ണും ചോറ് കഴിക്കാനൊക്കെ പോയപ്പോൾ എല്ലാവരും ഇങ്ങനെ റെസ്റ്റ് എടുത്തിരിക്കുകയാണല്ലോ. എന്നാലും കുറേ ആൾക്കാർ പോയിന് കേട്ടോ. ഓരോ റിലേറ്റീവ്സ് കുടുംബക്കാർ മാത്രമേ ഉള്ളൂ. അങ്ങനെ തന്നെ ഞങ്ങളും എന്താക്കി കുറച്ച് പേര് പയ്യ അയൽവാസികളൊക്കെ ഉണ്ടായിനല്ലോ. അങ്ങനെ ഓരോരുത്തൊക്കെ അങ്ങനെ കുറച്ച് നേരം കൂട്ടം വർത്താനോ ബാക്കൊക്കെ പറഞ്ഞിട്ട് അങ്ങനെ ഇരിക്കുകയാണ് കേട്ടോ. അങ്ങനെ തന്നെ ഇങ്ങനെ പുറത്തേക്ക് പോയി നോക്കുമ്പോൾ ഫോട്ടോഷൂട്ടൊക്കെ ഇങ്ങനെ നടക്കുന്നുണ്ട്. അങ്ങനെ തന്നെ പെണ്ണും ചക്കനും ചോറ് കഴിച്ചിട്ടൊക്കെ വന്ന് പിന്നെ ചോറ് വെയ്യൊക്കെ കഴിഞ്ഞിട്ട് ഇന്നാണ് മക്കളെ അടിപൊളി കൂർഗി ഡാൻസ്, ഓലഗോ. നമ്മൾ ഇവിടെ പറഞ്ഞ കൊടകിൽ പറയാണ് കൂർഗി ഡാൻസ് എന്ന് പറയും കേട്ടോ, ഓലഗോ. ശങ്കീൻ്റെ ശരിക്കും ഇല്ല, ഇതിൻ്റെ പാട്ടിടാൻ പറ്റൂല കേട്ടോ. എന്താ പറഞ്ഞാൽ ഈ ഒരു പാട്ടിട്ട കോപ്പിറൈറ്റ് കാരണം എനിക്ക് പിന്നെ ഈ ഒരു മ്യൂസിക്കും പാട്ടും കൊടുക്കാൻ പറ്റില്ല. നമ്മളതായ ഒരു യൂട്യൂബിൻ്റെ മ്യൂസിക് മാത്രം കൊടുക്കാൻ പറ്റില്ല. ഇപ്പം എല്ലാവർക്കും അറിയാം, യൂട്യൂബ് ചാനൽ ചെയ്യുന്നവർക്ക് അറിയാലോ. ഞാനൊക്കെ അറിയാതെ ഞാൻ എന്താക്കി കുട്ടികൾ സ്കൂളിൻ്റെ പരിപാടി കിട്ടിയട്ടാ. സ്കൂളിൻ്റെ നോക്കി കുട്ടികൾ ഡാൻസ് ഇട്ടപ്പോൾ എനിക്ക് കോപ്പിറൈറ്റ് വന്നിട്ടോ. പക്ഷെ എൻ്റെ കുഞ്ഞ് ചാനലായതുകൊണ്ട് എനിക്ക് ആകെ 4 ദിവസത്തെ കോപ്പിറൈറ്റേ വന്നിട്ടുള്ളൂ. പക്ഷെ ഇങ്ങനെ വലിയ ചാനലുകാർക്കെല്ലാം വലിയ പണി കിട്ടും കേട്ടോ. അങ്ങനെ ഈ ഇവരെല്ലാം ഇങ്ങനെ പറയുന്നുണ്ട് വീഡിയോ എടുക്കുക, ഞാൻ എടുക്കുക. പക്ഷെ എൻ്റെ ചാനലിൽ എന്നെ വീഡിയോ എടുത്തോ എന്ന് പറഞ്ഞിട്ട് ആണായാലും പെണ്ണായാലും പറയുന്നവരെ മാത്രമേ ഞാൻ വീഡിയോ എടുക്കുള്ളൂ കേട്ടോ. ഇഷ്ടമല്ലാത്തവരെ ഞാൻ ഒരിക്കലും വീഡിയോ എടുക്കാൻ ഞാൻ പോകൂല. അങ്ങനെ ഞങ്ങളും കുറേ നേരം നോക്കി നിന്നിട്ടോ പാട്ട്, ഈ ഡാൻസും കളിയും തുള്ളലും നല്ല രസം ഇത് കാണാൻ. അപ്പം നിങ്ങളും ഒന്ന് പോയി കണ്ടിട്ട് വരിക കേട്ടോ.
അപ്പം അടിപൊളിയില്ല മക്കളെ കാണാൻ. ഇതിങ്ങനെ ഇതിൻ്റെ ആ ഓലകത്തിൻ്റെ ടൂണിട്ടിട്ട് കാണുന്നതാണ് രസം കേട്ടോ. ഇങ്ങനെ നല്ല അടിപൊളിയായിട്ട് കളിക്കുന്നുണ്ട്. എന്നിട്ട് ഈ ചെക്കന്മാരെ എന്നോട് പറഞ്ഞിട്ടോ, താത്ത ചെക്കന് പെണ്ണിനെ ഇട്ടിട്ട് ഞങ്ങൾ സ്റ്റെപ്പ് ഇടിക്കും, 2 സ്റ്റെപ്പ് ഇടിക്കും, നിങ്ങൾ വീഡിയോ എടുത്തോളി, നിങ്ങൾ വീഡിയോ എടുക്കുമെന്ന് പറഞ്ഞു. പക്ഷെ എനിക്ക് എന്താ അറിയോ, ഓരെല്ലാം വരാൻ വേണ്ടിയിട്ട് എൻ്റെ ഒപ്പം വന്ന് ഹലിമാത്തെയും സെബിയാത്തെല്ലാം വരാൻ വേണ്ടിയിട്ട് എന്നെ ഇങ്ങനെ കാത്തിക്കുകയാണ്. പക്ഷെ ഓര് വന്ന് കഴിഞ്ഞാൽ പിന്നെ ഞാൻ ഒറ്റക്ക് വരണട്ടാ. അതുകൊണ്ട് പിന്നെ ഞാൻ എന്താക്കിയോ ഓരപ്പം തന്നെ വന്നതാണ്. ഞാൻ അവരോട് പറഞ്ഞു ഇങ്ങനെ യൂട്യൂബിൽ ഞാൻ ഇടാൻ. ഒരു നല്ല സപ്പോർട്ട് ചെയ്യുന്നു, നല്ല ഹാപ്പി ആയിട്ട് ഒരു നല്ല സപ്പോർട്ട് ചെയ്യുന്നു. അതാത്ത നിങ്ങൾ ഇട്ടൊരു പ്രശ്നമൊന്നും ഇല്ല എന്നൊക്കെ പറഞ്ഞിട്ടോ. അപ്പോൾ നോക്കാം, ഈ ഒരാൾ കളിക്കുന്ന അടിപൊളിയായിട്ട് കളിക്കുന്നു.